ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഓപ്ഷൻ ഈക്വാലൻറ്റ് മെത്തേഡ് എന്നൊരു ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഓപ്ഷൻ ഈക്വാലൻറ്റ് മെത്തേഡ് എന്ന് നോക്കാം. ഓപ്ഷൻ ഈക്വാലൻറ്റ് മെത്തേഡ് അസ്യൂംസ് ദാറ്റ് ദ ഔട്ട്കംസ് ഫോർ എ പർട്ടിക്കുലർ ഷെയർ ഓൺ വിച്ച് എൻ ഓപ്ഷൻ കോൺട്രാക്ട് ഹാസ് ബീൻ റിട്ടൺ can result into any two values, a high value or low value as compared to spot price for the call option. Accordingly, a hedge ratio can help in creating a portfolio with zero inflow and outflow to maintain the equilibrium price of a call option. അതായത് കാൾ ഓപ്ഷൻ്റെ ഇക്വിലിബ്രിയം പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ഹെഡ്ജ് റേഷ്യോ എന്നുള്ള ഒരു ഡെൽറ്റ അല്ലെങ്കിൽ ഹെഡ്ജ് റേഷ്യോ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോർട്ട്ഫോളിയോ വിത്ത് സീറോ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, സീറോ ഔട്ട്ഫ്ലോയും അല്ലെങ്കിൽ ഇൻഫ്ലോയും ആയിട്ട് നമുക്കൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് കാൾ ഓപ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡ് എന്നുള്ള അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്കംസ് ഓഫ് എ പർട്ടിക്കുലർ ഷെയർ ഓൺ വിച്ച് എൻ ഓപ്ഷൻ കോൺട്രാക്ട്, ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിൽ പർട്ടിക്കുലർ ഷെയറിൻ്റെ ഔട്ട്കംസ് എന്നുള്ളത് ഹാസ് ബീൻ റിട്ടൺ ക്യാൻ റിസൾട്ട് ഇൻ ടു എനി ടു വാല്യൂസ്. അതിന് രണ്ട് വാല്യൂസ് റിസൾട്ട് ചെയ്യപ്പെടും. ഒന്ന് ഹൈ വാല്യൂം പിന്നെ ഒന്ന് ലോ വാല്യൂം ആസ് കമ്പയർഡ് ടു സ്പോട്ട് പ്രൈസ് ഫോർ ദ കാൾ ഓപ്ഷൻ. കാൾ ഓപ്ഷൻ്റെ സ്പോട്ട് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡിൽ അസ്യൂം ചെയ്യുന്നത് എന്താ വെച്ചാൽ ഔട്ട്കംസ് ഫോർ എ പർട്ടിക്കുലർ ഷെയർ ഓൺ വിച്ച് എൻ ഓപ്ഷൻ കോൺട്രാക്ട്, ഓപ്ഷൻ കോൺട്രാക്റ്റിലെ ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത് റിസൾട്ട് ഇൻ ടു ടു വാല്യൂസ്, എ ഹൈ വാല്യൂ ഓർ ലോ വാല്യൂ, ഒരു ഹൈ വാല്യൂവോ അല്ലെങ്കിൽ ഒരു ലോ വാല്യൂവോ റിസൾട്ട് ചെയ്യുന്നുണ്ട് ആസ് കമ്പയർഡ് ടു സ്പോട്ട് പ്രൈസ് ഫോർ ദ കാൾ ഓപ്ഷൻ. Accordingly, a hedge ratio can help in creating a portfolio with zero inflow and outflow. സീറോ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഉള്ള ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെഡ്ജ് റേഷ്യോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെയർഫോർ ടു മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് എ കോൾ ഓപ്ഷൻ. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോൾ ഓപ്ഷൻ്റെ ഇക്വിലിബ്രിയം പ്രൈസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് റിസ്ക് ന്യൂട്രൽ മെത്തേഡ്. രണ്ടാമത്തെ ഒരു മെത്തേഡാണ് റിസ്ക് ന്യൂട്രൽ മെത്തേഡ്. ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. റിസ്ക് ന്യൂട്രൽ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് മെത്തേഡ് അസ്യൂംസ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ആർ റിസ്ക് ന്യൂട്രൽ ആൻഡ് ദേ എക്സ്പെക്ട് റിട്ടേൺസ് ഫ്രം എൻ ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ദ റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ്. ഈ മെത്തേഡ് അസ്യൂം ചെയ്യുന്നത് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ് ആർ റിസ്ക് ന്യൂട്രൽ, ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റിസ്ക് ന്യൂട്രലാണ്. ആൻഡ് ദേ എക്സ്പെക്ട് റിട്ടേൺസ് ഫ്രം എൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നൊരു റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ദ റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ്. റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഒരു റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നവരാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് അസ്യൂംസ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ആർ റിസ്ക് ന്യൂട്രൽ, ഇൻവെസ്റ്റേഴ്സ് റിസ്ക് ന്യൂട്രൽസ് ആണ്. ആൻഡ് ദേ എക്സ്പെക്ട് റിട്ടേൺസ് ഫ്രം എൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും റിട്ടേൺസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ദ റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ്. റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസിൽ നിന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സ് ആർ റിസ്ക് ന്യൂട്രൽ ആൻഡ് ദേ എക്സ്പെക്ട് റിട്ടേൺസ് ഫ്രം എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് റിസ്ക് ന്യൂട്രൽസ് ആണ്, അതായത് അവർ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായ ആളുകളാണ്. ആൻഡ് ദേ എക്സ്പെക്ട് റിട്ടേൺസ് ഫ്രം എൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും റിട്ടേൺ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ദ റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റിന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു റിട്ടേൺ അവർ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. എക്സ്പെക്ട് റിട്ടേൺ ഫ്രം എൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും റിട്ടേൺ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ദേ റിക്വയർ നോ കോമ്പൻസേഷൻ ഫോർ റിസ്ക്, അതായത് റിസ്ക് എടുക്കുന്നതിന് ഒരു കോമ്പൻസേഷനും അവർ റിക്വയർ ചെയ്യുന്നില്ല. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ആർ റെഡി ടു പേ ഓർ റിസീവ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ഫ്യൂച്ചർ ഔട്ട്കംസ് അസോസിയേറ്റഡ് വിത്ത് ദ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ. ഇതുകൊണ്ട് ഉദ്ദേശം എന്താ വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ് ആർ റെഡി ടു പേ ഓർ റിസീവ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ഫ്യൂച്ചർ ഔട്ട്കംസ്. ഫ്യൂച്ചർ ഔട്ട്കംത്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ പേ ചെയ്യാനോ റിസീവ് ചെയ്യാനോ ഇൻവെസ്റ്റേഴ്സ് റെഡിയാണ് അസോസിയേറ്റഡ് വിത്ത് ദ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ. ദിസ് ഫണ്ടമെൻ്റൽ അസംഷൻ ഹെൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് വാല്യൂ ഓഫ് എൻ അസംഷൻ. ഈ ഫണ്ടമെൻ്റൽ അസംഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ്റെ വാല്യൂ എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. This fundamental assumption helps in calculating the value of an option. So risk neutral method എന്ന് പറഞ്ഞാൽ എന്താണ്? This method assumes that investors are risk neutral. Investors risk neutrals ആണ് and they expect returns from an investment at least equal to the risk free interest rate. അതായത് റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റിനോട് ഈക്വൽ ആയിട്ടുള്ള ഒരു റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്.
ആൻഡ് ദേ റിക്വയർ നോ കോമ്പൻസേഷൻ ഫോർ റിസ്കിന് അവരൊരു കോമ്പൻസേഷനും റിക്വയർ ചെയ്യുന്നില്ല. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ആർ റെഡി ടു പേ ഓർ റിസീവ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ഫ്യൂച്ചർ ഔട്ട്കംസ്. ഫ്യൂച്ചർ ഔട്ട്കത്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ പേ ചെയ്യാനോ റിസീവ് ചെയ്യാനോ അവർ റെഡി ആയിരിക്കും. അസോസിയേറ്റ് വിത്ത് ദ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ. ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചർ ഔട്ട്കത്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ പേ ചെയ്യാനോ റിസീവ് ചെയ്യാനോ ഇൻവെസ്റ്റേഴ്സ് റെഡി ആയിരിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദിസ് ഫണ്ടമെൻ്റൽ അസംഷൻ ഹെൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് ആൻ ഓപ്ഷൻ. ഓപ്ഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഈ ഫണ്ടമെൻ്റൽ അസംഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ റിസ്ക് ന്യൂട്രൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദിസ് മെത്തേഡ് അസ്യൂംസ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ആർ റിസ്ക് ന്യൂട്രൽ ആൻഡ് ദേ എക്സ്പെക്ട് റിട്ടേൺസ് ഫ്രം എൻ ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ദ റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ്. ദേ റിക്വയർ no compensation for risk. This implies that investors are ready to pay or receive the present value of the future outcomes associated with the investment avenue. ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്യൂച്ചർ ഔട്ട്കത്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ റിസീവ് ചെയ്യാനോ പേ ചെയ്യാനോ ഇൻവെസ്റ്റേഴ്സ് റെഡിയാണ്. സോ ദിസ് ഫണ്ടമെൻ്റൽ അസംഷൻ ഹെൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് എൻ ഓപ്ഷൻ. ഒരു ഓപ്ഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഈ ഫണ്ടമെൻ്റൽ അസംഷൻ എന്നുള്ളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പറയുന്നത് റിപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി. എന്താണ് റിപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി എന്ന് നോക്കാം. An option trader likes to take a decision in such a way as to hedge the risk in future and always to be in the money. He has two alternatives. One is to directly buy a call option by paying the call premium. Second is to go for a replicating portfolio without holding an option. In both cases, he will have the same payoff at maturity. The objective in creating a replicating portfolio is to use a combination of risk-free borrowing or lending and the underlying asset to create the same cash flow as the option being valued. Replicating portfolio strategy എന്ന് പറഞ്ഞാൽ an option trader likes to take a decision. ഒരു ഓപ്ഷൻ ട്രേഡർ ഒരു ഡിസിഷൻ എടുക്കുന്നത് താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇൻ സച്ച് എ വേ ആസ് ടു ഹെഡ്ജ് ദ റിസ്ക് ഇൻ ഫ്യൂച്ചർ ആൻഡ് ആൾവേസ് ടു ബി ഇൻ ദ മണി. ഫ്യൂച്ചറിൽ റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എല്ലായ്പ്പോഴും ഇൻ ദ മണി ആകാൻ വേണ്ടിയിട്ടുമാണ് ഒരു ഓപ്ഷൻ ട്രേഡർ ഒരു ഡിസിഷൻ എടുക്കുന്നത്. സോ ഹി ഹാസ് ടു ആൾട്ടർനേറ്റീവ്സ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് രണ്ട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. വൺ ഈസ് ടു ഡയറക്ട്ലി ബൈ എ കാൾ ഓപ്ഷൻ. ഒരു കാൾ ഓപ്ഷൻ ഡയറക്റ്റായിട്ട് ബൈ ചെയ്യുക ബൈ പേയിങ് ദ കാൾ പ്രീമിയം. കാൾ പ്രീമിയം പേ ചെയ്തുകൊണ്ട് ഡയറക്റ്റായിട്ട് കാൾ ഓപ്ഷൻ ബൈ ചെയ്യുക എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡ് ഈസ് ടു ഗോ ഫോർ എ റിപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോ വിത്തൗട്ട് ഹോൾഡിംഗ് എൻ ഓപ്ഷൻ. ഓപ്ഷൻ ഹോൾഡ് ചെയ്യാതെ ഒരു പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യുക. ഇൻ ബോത്ത് കേസസ് ഹി വിൽ ഹാവ് ദ സെയിം പേ ഓഫ് അറ്റ് മെച്യൂരിറ്റി. ഈ രണ്ട് കേസിലും അയാൾക്ക് ഒരേ പേ ഓഫ് ആയിരിക്കും. മെച്യൂരിറ്റി പീരീഡിൽ ഒരേ പേ ഓഫ് തന്നെയായിരിക്കും. ദ ഒബ്ജക്റ്റീവ് ഇൻ ക്രിയേറ്റിംഗ് എ റിപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോ ഈസ് ടു യൂസ് എ കോമ്പിനേഷൻ ഓഫ് റിസ്ക് ഫ്രീ ബോറോയിങ് ഓർ ലെൻഡിങ്. റിസ്ക് ഫ്രീ ബോറോയിങ്ങിൻ്റെയോ ലെൻഡിങ്ങിൻ്റെയോ ഒരു കോമ്പിനേഷൻ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതും ആൻഡ് ദ അണ്ടർലൈങ് അസറ്റ് ടു ക്രിയേറ്റ് ദ സെയിം ക്യാഷ് ഫ്ലോ ആസ് ദ ഓപ്ഷൻ ബീയിങ് വാല്യൂഡ്. വാല്യൂ ചെയ്യുന്ന ഓപ്ഷൻ്റെ സെയിം ക്യാഷ് ഫ്ലോ അണ്ടർലൈങ് അസറ്റിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതുമാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ഇൻ ക്രിയേറ്റിംഗ് എ റിപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോ ഈസ് ടു യൂസ് എ കോമ്പിനേഷൻ ഓഫ് റിസ്ക് ഫ്രീ ബോറോയിങ്. റിസ്ക് ഫ്രീ ബോറോയിങ്ങിൻ്റെ ഒരു കോമ്പിനേഷൻ യൂട്ടിലൈസ് ചെയ്യാം ഓർ ലെൻഡിങ്. റിസ്ക് ഫ്രീ ബോറോയിങ്ങിൻ്റെയോ ലെൻഡിങ്ങിൻ്റെയോ കോമ്പിനേഷൻ യൂട്ടിലൈസ് ചെയ്യാം ആൻഡ് ദ അണ്ടർലൈങ് അസറ്റ് ടു ക്രിയേറ്റ് ദ സെയിം ക്യാഷ് ഫ്ലോ ആസ് ദ ഓപ്ഷൻ ബീയിങ് വാല്യൂഡ്. ഓപ്ഷൻ വാല്യൂ ചെയ്യുന്നത് വരെ ഒരേ ക്യാഷ് ഫ്ലോ തന്നെ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അണ്ടർലൈങ് അസറ്റിൻ്റെ ബോറോയിങ്ങും ലെൻഡിങ്ങും റിസ്ക് ഫ്രീ ആക്കി മാറ്റുക എന്നുള്ളതാണ് റിപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് റിപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ റിപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ ഓപ്ഷൻ ട്രേഡർ ലൈക്സ് ടു ടേക്ക് എ ഡിസിഷൻ ഇൻ സച്ച് എ വേ ആസ് ടു ഹെഡ്ജ് ദ റിസ്ക് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആൻഡ് ആൾവേസ് ടു ബി ഇൻ ദ മണി. എല്ലായ്പ്പോഴും ഇൻ ദ മണി ആകാൻ വേണ്ടിയിട്ടുമാണ് ഒരു ഓപ്ഷൻ ട്രേഡർ ഒരു ഡിസിഷൻ എടുക്കുന്നത്. സോ ഹി ഹാസ് ടു ആൾട്ടർനേറ്റീവ്സ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് രണ്ട് ആൾട്ടർനേറ്റീവ് ഉണ്ട്. വൺ ഈസ് ടു ഡയറക്ട്ലി ബൈ എ കാൾ ഓപ്ഷൻ. ഒരു കാൾ ഓപ്ഷൻ ഡയറക്റ്റായിട്ട് ബൈ ചെയ്യുക എന്നുള്ളതും ബൈ പേയിങ് ദ കാൾ പ്രീമിയം. ദ സെക്കൻഡ് ഈസ് ടു ഗോ ഫോർ എ റിപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോ. ഒരു റിപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടി പോവുക വിത്തൗട്ട് ഹോൾഡിംഗ് എൻ ഓപ്ഷൻ. ഓപ്ഷൻ ഹോൾഡ് ചെയ്യാതെ ഒരു റിപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോയിലേക്ക് പോവുക. ഇൻ ബോത്ത് കേസസ് ഹി വിൽ ഹാവ് ദ സെയിം പേ ഓഫ് ആൻഡ് മെച്യൂരിറ്റി. രണ്ട് കേസിലും അയാൾക്ക് സെയിം പേ ഓഫും മെച്യൂരിറ്റിയുമാണ് ഉണ്ടാവുക. സോ ദ ഒബ്ജക്റ്റീവ് ഇൻ ക്രിയേറ്റിംഗ് എ റിപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോ ഈസ് ടു യൂസ് എ കോമ്പിനേഷൻ ഓഫ് റിസ്ക് ഫ്രീ ബോറോയിങ്. റിപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ റിസ്ക് ഫ്രീ ബോറോയിങ്ങും അതുപോലെ തന്നെ ലെൻഡിങ്ങിൻ്റെയും ഒരു കോമ്പിനേഷൻ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതും ആൻഡ് ദ അണ്ടർലൈങ് അസറ്റ് ടു ക്രിയേറ്റ് ദ സെയിം ക്യാഷ് ഫ്ലോ ആസ് ദ ഓപ്ഷൻ ബീയിങ് വാല്യൂഡ്. ഓപ്ഷൻ വാല്യൂ ചെയ്യുന്നത് വരെ അണ്ടർലൈങ് അസറ്റിന് സെയിം ക്യാഷ് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതുമാണ് അതിൻ്റെ
ലക്ഷ്യം. ആൻഡ് ദ അണ്ടർലൈങ് അസറ്റ് ടു ക്രിയേറ്റ് ദ സെയിം ക്യാഷ് ഫ്ലോ ആസ് ദ ഓപ്ഷൻ ബീയിങ് വാല്യൂഡ്. ഓപ്ഷൻ ബീയിങ് വാല്യൂ ചെയ്തത് വരെ. അപ്പോൾ ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പറഞ്ഞത്. ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡ്, റിപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി, റിസ്ക് ന്യൂട്രൽ മെത്തേഡ്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.